ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബുർജ് ഖലീഫയുടെ അകത്തുള്ള കാഴ്ചകളാണ്. ദുബായ് മാളിൻ്റെ ഇൻസൈഡിൽ കൂടെയാണ് ബുർജ് ഖലീഫയിലേക്കുള്ള എൻട്രി. ബുർജ് ഖലീഫയിലുള്ള എൻട്രി ടിക്കറ്റ് ബുക്ക് അഡ്വാൻസ് ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അവിടെ തന്നെ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ടിക്കറ്റ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓരോ സ്ലോട്ട് അനുസരിച്ചാണ് എൻട്രി അലോ ചെയ്യുന്നത്. 2-3 ടൈപ്പ് ഓഫ് ചെക്കിംഗ് ഉണ്ട്. എയർപോർട്ട് ചെക്കിംഗ് പോലെ തന്നെ ഇൻസൈഡിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ കുറച്ചധികം ചെക്കിങ്ങിന് ശേഷമാണ് നമ്മളെ ഓരോരോ ഫ്ലോറിലേക്കും കടത്തിവിടുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, ക്യൂ. അതിനാൽ തന്നെ ഓൾമോസ്റ്റ് ലിഫ്റ്റിൻ്റെ അടുത്ത് എത്താൻ തന്നെ 1 ഹവറോളം നമ്മൾ ക്യൂ നിൽക്കേണ്ടി വന്നു. 1 ഹവർ കൂടുതൽ ക്യൂ നിൽക്കേണ്ടി വന്നു. സാധാരണ അവധി ദിവസങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. ബുർജ് ഖലീഫ ഇൻസൈഡ് വിസിറ്റ് ചെയ്യാനും 124th ആൻഡ് 125th ഫ്ലോറിലേക്ക് കയറാനും ആയിട്ടുള്ള തിരക്കുകൾ. ദുബായ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ബുർജ് ഖലീഫയാണ്. 828 മീറ്റർ ഉയരത്തിൽ ഉയർന്നു നിൽക്കുന്ന 163 നിലകളുള്ള ഈ വാസ്തുവിദ്യ അത്ഭുതം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ലാൻഡ്മാർക്കുകളിൽ ഒന്നാണ് ഇന്ന് ബുർജ് ഖലീഫ. 2004 ആരംഭിച്ച ബുർജ് ഖലീഫയുടെ നിർമ്മാണം പൂർത്തിയായത് 2010 ദുബായിലെത്തുന്ന സഞ്ചാരികളെല്ലാം ആദ്യം ഓടിയെത്തുന്നത് ബുർജ് ഖലീഫ കാണാനാണ്. അത്രയ്ക്ക് ഒരു വിസ്മയമാണ് ബുർജ് ഖലീഫ. ബുർജ് ഖലീഫയുടെ നിർമ്മാണം ദുബായ് ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ MR പ്രോപ്പർട്ടീസിൻ്റെയും ഒരു സഹകരണ ശ്രമമായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് 2010 കൂടി ബുർജ് ഖലീഫയുടെ നിർമ്മാണം പൂർത്തിയാകുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടത് അതിനായി വെറും 6 വർഷം മാത്രമേ എടുത്തിട്ടുള്ളൂ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു കെട്ടിടമായ ബുർജ് ഖലീഫയുടെ നിർമ്മാണത്തിന് ആവശ്യമായി വന്നത്. ബുർജ് ഖലീഫയുടെ നിർമ്മാണത്തിൽ പ്രധാനമായും പങ്കാളികളായത് 3 കമ്പനികളാണ്. സാംസങ്, C&D, ബേസിക്സ്, അറബ് ടെക് എന്നിവയായിരുന്നു ആ കമ്പനികൾ. ദക്ഷിണ കൊറിയ ആസ്ഥാനമായുള്ള സാംസങ് C&D നൂതന എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിൽ പേരുകേട്ട കമ്പനിയാണ്. ബുർജ് ഖലീഫ ടവറിൻ്റെ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും പ്രധാനപ്പെട്ട പങ്കായിരുന്നു ഈ കമ്പനി വഹിച്ചത്. ബെൽജിയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബേസിക്സ് ആണ് മറ്റൊരു കമ്പനി. സാങ്കേതിക വൈദഗ്ധ്യവും റിസോഴ്സും എത്തിക്കുന്നതിൽ നിർണായക പങ്ക് ബേസിക്സിനായിരുന്നു. UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അറബ് ടെക് ആണ് മൂന്നാമത്തെ കമ്പനി. UAE മുൻനിര നിർമ്മാണ കമ്പനികളിൽ ഒന്നാണ് അറബ് ടെക്. ബുർജ് ഖലീഫയുടെ നിർമ്മാണ പ്രക്രിയയിൽ ഗണ്യമായ സംഭാവന നൽകിയത് അറബ് ടെക് എന്ന ഈ UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ലിഫ്റ്റിലേക്ക് കയറുന്നതിന് മുന്നോടിയായിട്ടുള്ള ക്യൂവിൻ്റെ ഏരിയയിലാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല ക്യൂ. കുറച്ച് സമയമായി തന്നെ ക്യൂവിലെത്തി. ഈ ക്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് എത്തുന്നത് നമ്മൾ മുകളിലേക്ക് പോകാനുള്ള 124ാമത്തെ 125ാമത്തെ നിലയിലേക്ക് പോകാനുള്ള ലിഫ്റ്റിൻ്റെ എൻട്രൻസിലേക്ക് എത്തിച്ചേരും. ബുർജ് ഖലീഫയുടെ മുകളിലേക്ക് പോകാനുള്ള ലിഫ്റ്റിൻ്റെ മുൻഭാഗത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അത് വേൾഡിലെ ഫാസ്റ്റസ്റ്റ് എലവേറ്റർ സംവിധാനമാണ് ബുർജ് ഖലീഫയിൽ ഒരുക്കിയിട്ടത്. 10 മീറ്റർ പെർ സെക്കൻഡ് കൊണ്ട് അത് പോകും. മൊത്തത്തിൽ 125ാമത്തെ നിലയിൽ എത്തിച്ചേരാൻ എടുക്കുന്നത് വെറും 1 മിനിറ്റ് മാത്രമാണ്. 60 സെക്കൻഡ് കൊണ്ട് 124ാമത്തെ നിലയിലേക്ക് നമ്മൾ എത്തിച്ചേരും.
എലിവേറ്റർ വഴി മുകളിലേക്ക് വരാൻ 1 മിനിറ്റ് സമയമേ എടുത്തിട്ടുള്ളൂ. വളരെ മനോഹരമായൊരു ദൃശ്യാനുഭവമാണ് എലിവേറ്ററിനകത്ത് ഉൾവശത്ത് ഒരുക്കിയിട്ടുള്ളത്. ലിഫ്റ്റ് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ എത്തിച്ചേരുന്നത് 124-ാമത്തെ നിലയിലുള്ള ഒബ്സർവേഷൻ ഡെക്കിലാണ്. ബുർജ് ഖലീഫയ്ക്ക് തന്നെയാണ് ആ റെക്കോർഡും ഉള്ളത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒബ്സർവേഷൻ ഡെക്ക് അത് 146-ാമത്തെ നിലയിലാണ്. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് 124-ാമത്തെ നിലയിലുള്ള ഒബ്സർവേഷൻ ഡെക്കാണ്. ദുബായിയുടെ ദൂരക്കാഴ്ചകളും മരുഭൂമി കാഴ്ചകളും എല്ലാം ഒറ്റ വ്യൂവിൽ നിന്ന് കാണാനാകും വിധമാണ് ഈ ഒബ്സർവേഷൻ ഡെക്ക് ഒരുക്കിയിട്ടുള്ളത്. ലോകം മുഴുവൻ ആകർഷിക്കുന്ന ബുർജ് ഖലീഫ നിരവധി റെക്കോർഡുകളാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം 828 മീറ്റർ, അതായത് ഓൾമോസ്റ്റ് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി 1 കിലോമീറ്ററിനടുത്ത് ഉയരമാണ് വരുന്നത്. 828 മീറ്റർ എന്ന് പറയുമ്പോൾ 1 കിലോമീറ്ററോളം ദൂരമാണ് അതിനുണ്ടാകുക. അതുപോലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഫ്രീ സ്റ്റാൻഡിങ് കാണുന്ന ഏറ്റവും കൂടുതൽ നിലകൾ, ഏറ്റവും ഉയർന്ന ആൾതാമസമുള്ള നില, ഏറ്റവും ഉയർന്ന ഔട്ട്ഡോർ നിരീക്ഷണ ഡെക്ക്, ഏറ്റവും ദൈർഘ്യമേറിയ യാത്രാദൂരമുള്ള ലിഫ്റ്റ്, അങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ ബുർജ് ഖലീഫയുടെ പേരിലുണ്ട്. ബുർജ് ഖലീഫയെ കൂടുതൽ വ്യത്യസ്തമാക്കുന്നത് അത് വളരെ ദൂരെ നിന്ന് തന്നെ കാണാൻ കഴിയുമെന്നതാണ്. തെളിഞ്ഞ ആകാശമുള്ള ദിവസങ്ങളിൽ 95 കിലോമീറ്റർ ദൂരെ നിന്ന് വരെ ബുർജ് ഖലീഫ നമുക്ക് കാണാൻ സാധിക്കും. ബുർജ് ഖലീഫയുടെ മുകൾ വശത്ത് തന്നെ എക്സ്ക്ലൂസീവായി അവിടെ തന്നെ ലഭിക്കുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്, നമുക്ക് പർച്ചേസ് ചെയ്യാം. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കീ ചെയിനുകൾ, ഗ്ലാസുകൾ, ടീഷർട്ടുകൾ, അങ്ങനെ പല പല ബുർജ് ഖലീഫയുടെ മുകളിൽ മാത്രം ലഭിക്കുന്നതെന്നാണ് അവിടെ നോട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന് മുകളിൽ നിന്നുള്ള വിദൂര കാഴ്ചകൾ അതിമനോഹരമാണ്. വലിയ കാറുകളും ഒക്കെ വളരെ ചെറുതായി നമുക്ക് കാണാൻ സാധിക്കും. വളരെ ലോങ് ഡിസ്റ്റൻസിലുള്ള കാഴ്ചകൾ വരെ ബുർജ് ഖലീഫയുടെ ഈ 124-ാമത്തെ ഫ്ലോറിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. വളരെ ദൂരെയായി മണലാരണ്യങ്ങളും കെട്ടിടങ്ങളും വാഹനങ്ങൾ പോകുന്നതും റോഡിൻ്റെ നിർമ്മിതിയും എല്ലാം കാണാം. ഇനി നമ്മൾ 125-ാമത്തെ നിലയിലേക്കാണ് പോകുന്നത്. അത് നമുക്ക് പലപ്പോഴും പലരുടെയും ശ്രദ്ധയിൽപ്പെടാറില്ല. അവിടെ നിന്ന് റൈറ്റ് സൈഡ് തിരിഞ്ഞാൽ തന്നെ സ്റ്റെപ്പ് കയറി വേണം 125-ാമത്തെ ഒബ്സർവേഷൻ ഡെക്കിലേക്ക് എത്താൻ. കുറച്ചും കൂടെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കും വിധമാണ് 125-ാമത്തെ നില ഒരുക്കിയിരിക്കുന്നത്. സാധാരണ എല്ലാവരും പോകുമ്പോൾ 124-ാമത്തെ നില കണ്ടു കഴിയുമ്പോൾ തന്നെ തിരികെ ലിഫ്റ്റിൽ കയറി താഴേക്ക് പോകാറാണ് പതിവ്. പക്ഷേ അത് ശ്രദ്ധിക്കപ്പെടാത്തതുകൊണ്ടാണ് 125-ാമത്തെ നിലയിലേക്കും നമുക്ക് സ്റ്റെപ്പ് വഴി മുകളിലെത്താം. അവിടെയുള്ള കാഴ്ചകൾ കുറച്ചും കൂടെ മനോഹരമായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട്. ഫ്ലോറിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ദുബായിയുടെ വൈദഗ്ധ്യം മനസ്സിലാക്കാനാകും. കെട്ടിട നിർമ്മാണങ്ങളും അതുപോലെ തന്നെ റോഡ് നിർമ്മാണത്തിലെ വൈദഗ്ധ്യവും നമുക്ക് വളരെ ഈസിയായി ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രമാത്രം ദുബായിയുടെ വികസനം നടന്നിരിക്കുന്നുവെന്ന്. റോഡ് നിർമ്മാണത്തിലെ പൂർണ്ണത
വളരെ മനോഹരമാണ്. ആ നിർമ്മാണം പോലെ തന്നെയാണ് അവരുടെ ട്രാഫിക് അറേഞ്ച്മെൻറ്റും ചെയ്തിട്ടുള്ളത്. വളരെ രസകരമായി അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. വളരെ വിശാലമായ ഒരു കാഴ്ച. സമയം ഏകദേശം ഒരു 5 മണി കഴിഞ്ഞു. അപ്പം നമ്മൾ കണക്ക് കൂട്ടിയത് കുറച്ച് സമയം കൂടെ അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സൂര്യ അസ്തമയം കണ്ടതിന് ശേഷം താഴേക്ക് പോകാൻ സാധിക്കും. പീക്ക് ടൈം എന്നാണ് അതിനറിയപ്പെടുന്നത്. ബുർജ് ഖലീഫ എൻട്രി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഏജൻറ്റ് വഴിയാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ അത് കാണാൻ സാധിക്കും. ചോദിക്കും. നോൺ പ്രൈം അവേഴ്സും ഉണ്ട്, പ്രൈം അവേഴ്സും ഉണ്ട്. നോൺ പ്രൈം അവേഴ്സ് എന്ന് പറയുന്നത് 7 മണി മുതൽ 2:30 വരെയാണ് നോൺ പ്രൈം അവേഴ്സ്. പിന്നെ അതിനുശേഷം 7 മണി മുതൽ രാത്രി 10 മണി വരെയും. ഈ 2:30-ക്കും 6:30, 2:30 to 6:30 ടൈം പ്രൈം അവേഴ്സ് എന്നാണ് അവർ പറയുന്നത്. ആ ടൈമിൽ ടിക്കറ്റ് ചാർജ് കുറച്ച് എക്സ്പെൻസീവാണ്. കാരണം ആ സമയങ്ങളിലാണ് കൂടുതലായും സൂര്യാസ്തമയം നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് കയറി കഴിഞ്ഞാൽ നോർമലി 1 മണിക്കൂർ 1.5 മണിക്കൂറോളം അതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. 2:30-ക്ക് കയറി കഴിഞ്ഞാൽ ഒരു 3-4 മണിയോടുകൂടി നമുക്ക് തിരിച്ചിറങ്ങേണ്ടി വരും. അതിനാൽ തന്നെ നോൺ പ്രൈം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൂര്യാസ്തമയം അവിടെ നിന്ന് കണ്ടതിന് ശേഷം താഴേക്ക് പോകാൻ സാധിക്കും. അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. പറഞ്ഞറിയിക്കാനാകാത്ത വിധം വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ബുർജ് ഖലീഫയുടെ മുകളിൽ നിന്നുള്ള സൂര്യാസ്തമയ കാഴ്ചകൾ. സൂര്യാസ്തമയം എല്ലാം കണ്ടതിന് ശേഷം തിരികെ നേരെ ബാക്ക് സൈഡിലുള്ള എലവേറ്റർ വഴി നേരെ ബുർജ് ഖലീഫയിൽ താഴെ എത്തി, ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തി. അവിടെയും കുറച്ച് ഷോപ്പിങ്ങിനുള്ള സംവിധാനം അവർ ഒരുക്കിയിട്ടുണ്ട്. മുകളിലത്തെ നിലയിൽ പോലെ തന്നെ ഇറങ്ങി ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലെത്തുമ്പോൾ ചെറിയൊരു ഷോപ്പിംഗ് സംവിധാനങ്ങളും പിന്നെ അതിൻ്റെ നിർമ്മാണത്തിൻ്റെ പ്രാരംഭഘട്ടത്തിലുണ്ടായിട്ടുള്ള ഓരോ സ്ട്രക്ചറുകൾ എല്ലാം അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇന്ന് ബുർജ് ഖലീഫ നമുക്ക് സമ്മാനിച്ചത്. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.